പശ്ചിമബംഗാളിൽ മെഡിക്കൽ വിദ്യാർത്ഥിനി കൂട്ടബലാത്സംഗത്തിനിരയായ സംഭവത്തിൽ വിവാദ പരാമർശവുമായി മുഖ്യമന്ത്രി മമതാ ബാനർജി. ബലാത്സംഗത്തിനിരയായ വിദ്യാർത്ഥിനി രാത്രി 12:30 എങ്ങനെ പുറത്തു വന്നുവെന്നും ഹോസ്റ്റലിൽ താമസിക്കുന്ന വിദ്യാർത്ഥികൾ രാത്രി വൈകി പുറത്തിറങ്ങരുതെന്നും മമത പറഞ്ഞു. പശ്ചിമബംഗാളിലെ ദുർഗാപൂരിൽ MBBS വിദ്യാർത്ഥിനി കൂട്ടബലാത്സംഗത്തിനിരയായ സംഭവത്തിൽ മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെ പ്രതികരണം വിവാദമാകുന്നു. 23 വയസ്സുള്ള വിദ്യാർത്ഥിനി രാത്രി വൈകി ക്യാമ്പസ് വിട്ടത് എങ്ങനെയാണെന്ന് മമതാ ബാനർജി മാധ്യമങ്ങളോട് ചോദിച്ചു. അവൾ ഒരു സ്വകാര്യ മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥിനിയാണ്. ആരുടെ ഉത്തരവാദിത്തമാണിത്? 23 വയസ്സുള്ള വിദ്യാർത്ഥി രാത്രി വൈകി ക്യാമ്പസ് വിട്ടത് എങ്ങനെയാണ്? സംഭവത്തിന് ശേഷം മാധ്യമങ്ങളോട് മമതാ ബാനർജി നടത്തിയ ആദ്യ പരാമർശമാണിത്. സംഭവത്തിൽ പോലീസ് ആവശ്യമായ എല്ലാ നടപടികളും സ്വീകരിച്ചിട്ടുണ്ടെന്നും അവർ പറഞ്ഞു. സ്വകാര്യ മെഡിക്കൽ കോളേജുകൾക്ക് അവിടുത്തെ വിദ്യാർത്ഥികളുടെ മേലും അവരുടെ രാത്രി സംസ്കാരങ്ങളിലും ശ്രദ്ധയുണ്ടാകണമെന്നും മമതാ ബാനർജി പറഞ്ഞു. വിദ്യാർത്ഥികളെ പുറത്തു കടക്കാൻ അനുവദിക്കരുത്, അവർക്ക് സ്വയം സംരക്ഷിക്കാനാകണം. ഇതൊരു വനപ്രദേശമാണെന്നും അവർ കൂട്ടിച്ചേർത്തു. എന്നാൽ ലൈംഗികാതിക്രമ കേസുകളിൽ നീതി ഉറപ്പാക്കുന്നതിന് പകരം മമതാ ബാനർജിയുടെ പരാമർശം ഇരയെ അപമാനിക്കുന്നതാണെന്ന് BJP ആരോപിച്ചു. മമത സ്ത്രീത്വത്തിനേറ്റ കളങ്കമാണെന്ന് BJP വക്താവ് ഗൗരവ് ഭാട്ടിയ എക്സിൽ കുറിച്ചു. പെൺകുട്ടികളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിന് പകരം രാത്രിയിൽ പുറത്തിറങ്ങരുതെന്ന് പറയുന്ന ഒരു മുഖ്യമന്ത്രിക്ക് ഓഫീസിൽ തുടരാൻ അർഹതയില്ലെന്ന് രാജിവെക്കണമെന്നും BJP വക്താക്കൾ പറയുന്നത്. വിദ്യാർത്ഥികളുടെ സുരക്ഷാ ഉത്തരവാദിത്തം സ്വകാര്യ കോളേജുകളുടെ മേൽ മാത്രമാക്കി തീർക്കാൻ മുഖ്യമന്ത്രി ശ്രമിച്ചതായും ആക്ഷേപം ഉയരുന്നുണ്ട്. നാഷണൽ ഡെസ്ക് മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.